MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 ചെറു സിനിമകളുടെ അവതരണ വേദിയിൽ വെച്ച് അപമാനിതനായി ആസിഫ് അലി. സംഗീത സംവിധായകൻ രമേശ് നാരായൺ ആണ് ആസിഫ് അലിയെ അപമാനിച്ചത്. വേദിയിൽ വെച്ച് ആസിഫ് നൽകിയ മൊമെന്റം ഒട്ടും താല്പര്യമില്ലാതെ ആസിഫിന്റെ മുഖത്തുപോലും നോക്കാതെ വാങ്ങുകയും ശേഷം സംവിധായകൻ ജയരാജിനെ വിളിച്ച് കയ്യിൽ കൊടുത്ത് വീണ്ടും വാങ്ങുകയുമായിരുന്നു. എന്നാൽ താൻ ആരെയും അധിക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ ചെയ്തതല്ല. ആസിഫ് അലിയെ മനസ്സിലായില്ല, ബഹളത്തിനിടയ്ക്ക് ആസിഫ് അലിയുടെ പേര് കേട്ടില്ല എന്നുമാണ് രമേശ് നാരായൺ പറഞ്ഞത്. താൻ കാരണം എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചു. അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടില്ല. അതെനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. അതിനകത്ത് ഇനി ആസിഫ് അലിയാണ് തരുന്നതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. അനൗൺസ് ചെയ്യുന്നത് സത്യത്തിൽ എനിക്ക് ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം, ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു. ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആസിഫ് അലി, ഞാൻ സ്റ്റേജിലല്ല കയറിയത്, ഞാൻ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആസിഫ് അലി ഓടി വരുന്നു, തരുന്നു. പിന്നെ ആസിഫ് അലിയെ അപമാനിക്കാൻ വേദിയിൽ ജയരാജ് വേണമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതെന്നും ആസിഫ് തനിക്ക് പ്രിയപ്പെട്ട നടനാണെന്നും എന്നാൽ മറ്റുള്ളവർക്ക് ലഭിച്ച പരിഗണന തനിക്ക് അവിടെ ലഭിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം സോ സോറി. വേദിയിൽ വെച്ച് അപമാനിതനായ ആസിഫ് അലിയുടെ പ്രതികരണം ഇത്രമാത്രം: ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സിനിമാ മേഖലയിലെ പ്രമുഖരും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒന്നാകെ താരത്തിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.